വിദഗ്ധൻ പി ജെ വിൻസെന്റ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി ജെ വിൻസെന്റ്, ട്രംപിന്റെ ഈ ഒരു നീക്കത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നിലവിലുള്ള സംഘർഷാത്മകമായ സാഹചര്യം തുടരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഈ സമഗ്ര വ്യാപാര ഉടമ്പടി സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക് യാത്ര ആകും ഉടനെ തന്നെ. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഈ അമേരിക്ക അതിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് പുറകോട്ട് പോകും എന്ന് നമ്മൾ കരുതുന്നത് ശരിയല്ല. കാരണം മാഘ പ്രസ്ഥാനം 2016 തന്നെ അത് മുന്നോട്ട് വെക്കുകയും ഇപ്പോൾ വളരെ ശക്തമായി അവരത് മുന്നോട്ട് കൊണ്ടുപോവാണ്. എന്ന് വെച്ചാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ പോളിസിയെ നിർണ്ണയിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഈ മാഘ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളത്. അതൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ ഗവൺമെന്റിന്റെ നയത്തിന്റെ കേന്ദ്രം മാഘ ആയി തുടരുന്നിടത്തോളം കാലം സ്വാഭാവികമായിട്ടും അമേരിക്കൻ ദേശീയതയും വൈറ്റ് മാൻ സുപ്രീമസി അടക്കമുള്ള തീവ്ര വലതുപക്ഷ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന അമേരിക്കൻ ഹെജമണി സമഗ്രമായി പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫോറിൻ പോളിസി ആയിരിക്കും അമേരിക്ക പിന്തുടരുക. അത് ആ ഒരു നയം നിലനിൽക്കുന്ന കാലത്തോളം സ്വാഭാവികമായിട്ടും ഇന്ത്യൻ താല്പര്യങ്ങളും അമേരിക്കൻ താല്പര്യങ്ങളും ഏറ്റുമുട്ടുന്ന ഘട്ടങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ടും അവര് അമേരിക്കൻ ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു സമീപനം സ്വീകരിക്കും. അതിപ്പോ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണെങ്കിലും ഇന്ത്യയിലുള്ള ഏത് പൊളിറ്റിക്കൽ ഫോർമേഷൻ ഇവിടെ ഇരുന്നാലും അതിന് കാര്യമില്ല. മാത്രവുമല്ല ഈ ഭരണാധികാരികളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും ഇവിടെ പ്രവർത്തിക്കില്ല. കാരണം ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് പോളിസി. മാഘ എന്നുള്ളത് സ്റ്റേറ്റ് പോളിസിയായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതാണ് ഇടതടവില്ലാതെ പർസ്യൂ ചെയ്യുന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം അതിനോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത്, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവും ആയിട്ടുള്ള ശക്തിയെ കൃത്യസമയത്ത് പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം. അതിൽ ഫോറിൻ പോളിസി വളരെ പ്രധാന ഘടകമാകും. അതിന്റെ ഇംപ്ലിമെന്റേഷൻ പ്രധാന ഘടകമാകും. അതോടൊപ്പം നേതാക്കളുടെ ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ്, നേതൃത്വത്തിന്റെ ഗുണം, അതും വളരെ പ്രധാനമായിട്ട് വരും. പക്ഷെ ഈ ഇത്തരം ഇപ്പൊ സമീപകാലത്തെ ഒരു മാറ്റങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ സ്വാധീന ശക്തിയുള്ള നേതാവാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപുമായിട്ട് വളരെ അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. അവിടെ ശ്രീ പി ജെ വിൻസെന്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് തന്നെയല്ലേ? അല്ല, അത് സമീപകാലത്ത് പ്രവർത്തിക്കുന്നില്ല എന്നാണല്ലോ ഇപ്പോൾ കിട്ടുന്ന സൂചന. ഇപ്പം മോഡിയും ട്രംപുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും മോഡിക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വാധീനമൊന്നും അമേരിക്കൻ നയത്തെ, പ്രത്യേകിച്ച് മാഘ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അമേരിക്ക പിൻപറ്റുന്ന നയങ്ങളിൽ യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണല്ലോ 25% ചുങ്കവും അതിന്റെ കൂടെ 25% പകര ചുങ്കവും ചുമത്തിയെന്ന് മാത്രമല്ല അത് 125% ആക്കാനുള്ള നീക്കം നടക്കുന്നു. യൂറോപ്യൻ യൂണിയനോട് ഇന്ത്യയുടെ മേലെ വീണ്ടും ഈ ചുങ്കം ചുമത്താൻ ട്രംപ് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ നയത്തിൽ തുടർച്ച ഉണ്ടാവുന്നു. അവിടെ വ്യക്തിപരമായ ബന്ധമോ അല്ലെങ്കിൽ സ്വാധീനമോ ഉണ്ടെന്ന് പറയുന്ന ഈ സ്വാധീനമോ പ്രവർത്തിക്കുന്നില്ല എന്നതല്ലേ. അപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള H-1B പ്രശ്നവും ആ ഒരു നയത്തിന്റെ ആ ഒരു പ്രക്രിയയുടെ തുടർച്ചയായിട്ട് വേണം കരുതാൻ. അപ്പോൾ ഇന്ത്യ അതില് സ്വാഭാവികമായിട്ടും നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുതിയ സമീപനങ്ങളിലേക്ക് പോവുക എന്നത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യക്കുള്ളത് ദുർബലരായ ഒരു പ്രധാനമന്ത്രിയാണ് എന്ന് ആവർത്തിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. അങ്ങനെ തന്നെ നേതാക്കൾ അങ്ങനെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്രയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് ട്രംപിനെ വിമർശിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ടല്ലോ. അല്ല, അത് നമ്മളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പറയുന്നത് പോലെ നമുക്ക് രാജ്യാന്തരീയ ബന്ധങ്ങളിൽ അത്തരം നിലപാടുകൾ എടുക്കണം എന്നില്ലല്ലോ. ഇപ്പം ട്രംപ് അമേരിക്ക പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ അതില് ഉടനടി കയറി അങ്ങനെയൊന്നുമില്ല, അമേരിക്ക അതിൽ റോളുമില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ വളരെ കൃത്യമായി അതിൽ ഒരു മൂന്നാം കക്ഷിയുടെ പങ്കാളിത്തം ഇല്ല എന്ന് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ലോകത്തോട് പറയുന്ന രൂപത്തിലുള്ള ഇടപെടലുണ്ടായി. അപ്പോൾ ഇവിടെ ട്രംപിനെ വിമർശിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, തുടർന്ന് വിമർശിക്കാവുന്നതാണ്. ഇപ്പം റഷ്യൻ പ്രസിഡന്റ്
ട്രംപ് അടക്കമുള്ള ആളുകൾ വളരെ ശക്തമായി അമേരിക്കയുടെ തലതിരിഞ്ഞ നയത്തെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മേജർ പ്ലെയർ എന്ന നിലയിലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലകളിലും അതിന്റെ പ്രധാനമന്ത്രിക്ക് സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ഈ നയങ്ങളെ ജനാധിപത്യപരമായി വിമർശിക്കേണ്ടതാണ്, അത് വിമർശിക്കാൻ കഴിയുന്നതുമാണ്. അത് ചെയ്യാത്തത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വാദം. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അത്തരത്തിലൊരു സമീപനം, അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കണമല്ലോ പ്രതിപക്ഷം, അത് സ്വാഭാവികമാണ്. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അമേരിക്ക ഇന്ത്യ സംഘർഷം അത് എക്കാലത്തേക്കും തുടരുക എന്നുള്ളതല്ലല്ലോ. അതിനൊരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും നിലവിലുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് ഗുണകരമായ ഒന്നാണ്. 41 ബില്യണിനകം വ്യാപാര മിച്ചം ഇന്ത്യക്ക് അനുകൂലമായ വ്യാപാരമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്നത്. അതുകൊണ്ട് അതിൽ വലിയ കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നമ്മൾ പാവപ്പെട്ട ഒരു രാജ്യമാണ്. 4 ട്രില്യൺ ഇക്കണോമി മാത്രമേ ഉള്ളൂ. അമേരിക്ക 30 ട്രില്യൺ ഇക്കണോമിയും വലിയൊരു രാജ്യവുമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു 100% 50-50 50-50 എന്ന നിലയിലൊന്നും ഒരു പക്ഷേ ആ രാജ്യവുമായി ഡീൽ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നിലവിലുള്ള ഒരു മൂർത്തമായ സാഹചര്യത്തിൽ എങ്ങനെ ഫോറിൻ പോളിസിയെ പ്രയോഗിക്കാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ട്രംപിനെ വിമർശിക്കണമോ വിമർശിക്കാതിരിക്കണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്.